ഈ ഒരു ഹോൾ കരിയറിൽ കുറെ അപ്സും ഡൗൺസും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഒരു ലോ പോയിന്റ് എന്തായിരുന്നു ചോദിച്ചാൽ എന്തായിരിക്കും ഈ ഒരു ഫുൾ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ശ്വസിക്കണേ? ലോ പോയിന്റ് വന്നത് ഞാൻ ആ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, തമിഴ് 3 സിനിമ യെസ് ചെയ്തിട്ട് യെസ് ഞാൻ യെസ്. തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ഭയങ്കര, ഡൗൺ കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ പഠിത്തമൊക്കെ പാതിയിൽ വെച്ച് നിർത്തി, അങ്ങനെയാണല്ലോ പോയത്. അപ്പോൾ ഞാൻ അയ്യോ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ബാക്കി അവരുടെ എഡ്യൂക്കേഷനായിട്ട് മുന്നോട്ട് പോണു, ചിലർ പുറത്ത് എബ്രോഡ് പോയി പഠിക്കും. ആ ഒരു മേ ബി ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഒക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല, നല്ലൊരു സങ്കടമായിരുന്നു. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാനും അമ്മയും കൂടി പോവുകയാണ് എങ്ങോട്ട്, ചെന്നൈക്ക്. സിനിമകളൊന്നും വരുന്നുമില്ല. അപ്പം ഞങ്ങളൊരു നാട്ടുംപുറത്താണ്, കീഴിലം എന്ന് പറഞ്ഞൊരു നാട്ടുംപുറം. അപ്പം അവിടെയുള്ള ഒരു അമ്മയും മോളും സിനിമയ്ക്ക് പോകുന്നുണ്ട്, സിനിമകൾ ഒന്നും ഇറങ്ങുന്നില്ല. ഇവരെന്തിനു പോകുന്നു എന്നുള്ള ചോദ്യം നേരിട്ട് ചോദിച്ചില്ലെങ്കിലും അതൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ പരക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ റിലേറ്റീവ്സും ചില ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിലും, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന സമയത്താണ് ബിഗ് ബ്രേക്കിന്റെ സൂര്യ ടി വിയിൽ ഇത് വരുന്നത്. ഇവിടെ തൃപ്പൂണിത്തുറ താമസിക്കുന്ന എൻ്റെ ഒരു അമ്മാവനുണ്ട്, ആൾക്ക് കുറച്ച് കലയൊക്കെ ഇഷ്ടമുള്ള ആളാണ്, കഥകളി ആർട്ടിസ്റ്റാണ്. അപ്പം രാമുമാമനാണ് പറഞ്ഞത്, തമിഴ് പോട്ടെ ശരി, അത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല, ഇപ്പം ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാം, അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ വായ അടയുമല്ലോ. പിന്നെ ഷോ കഴിഞ്ഞിട്ട് നേരെ ഷോവിൻ്റെ അന്ന് അനൗൺസ് ചെയ്ത സിനിമയിൽ നിന്ന് എന്നെ മാറ്റി. നമ്മുടെ ലാജു സാർ അനൗൺസ് ചെയ്ത വാദ്യാർ സിനിമയായിരുന്നല്ലോ, ജയേട്ടൻ്റെ നായികയായിട്ട്. അപ്പം ഞാൻ ചേട്ടൻ്റെ നായിക എന്നൊക്കെ പറഞ്ഞ് നമ്മള് വേറൊരു ഹാപ്പി ഫേസിലേക്ക് പെട്ടെന്ന് പിന്നെ അതില്ല. ഞാനൊരു മടിച്ചിയാണെങ്കിൽ ഞാൻ ഒരിക്കലും സങ്കടപ്പെടും. പക്ഷെ എനിക്ക് വേറെ ഒന്നിലും കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഞാനൊരു മടിച്ചിയല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അത്രയ്ക്ക് ഞാൻ ഒരു കാര്യത്തിൽ എഫോർട്ട് ഇടും. അതിപ്പോൾ ചെറിയ കാര്യമാണെങ്കിലും ഒരു യൂട്യൂബ് ഇൻ്റർവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും എൻ്റെ 100% ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും, മെൻ്റലി ആൻഡ് ഫിസിക്കലി. എന്നിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പം അസൂയല്ല അതിന് പേര്, നമ്മൾക്ക് നമ്മളോട് തന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു സങ്കടം.